പ്രിയമുള്ളവരെ, കൈത്താക്കാലം 3-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുസഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കാലഘട്ടമാണ് ഫലാഗമകാലം, കൈത്താക്കാലം. ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷിച്ച് സഭ സ്ഥാപിച്ചു. ആ സഭ വളർന്നു. തിരുസഭ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭയിലെ ഓരോ അംഗവും വളരുക എന്നുള്ളതാണ്. നമുക്കറിയാം, വളർച്ചയുടെ അടിസ്ഥാനം എന്താണ്? നല്ല പോഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. വളർച്ചയും ജീവൻ നിലനിർത്തുന്നതും പോഷണം വഴിയാണ്. ഓരോ വിശ്വാസിയുടെയും ആത്മീയ പോഷണം എന്താണ്? ആ പോഷണം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം സ്വീകരിക്കുക, ആ വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന തിരുവചനങ്ങളാണ് ഇന്നത്തെ ഞായറാഴ്ച നാം ശ്രവിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള ചെറിയ ഒരു വചനഭാഗമാണ് ഇന്ന് സുവിശേഷത്തിലുള്ളത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം സാർവജനീനമായ, സാർവത്രികമായ മാനം ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, ഇൻക്ലൂസീവാണ്. പ്രത്യേകിച്ച് വനിതകളുടെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട്. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ നിലയും വിലയും ഒന്നുമില്ലായിരുന്നു. സ്ത്രീകളുടെ പ്രാധാന്യം എടുത്തു കാട്ടുന്ന ഒരു സുവിശേഷം കൂടിയാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ സുവിശേഷകൻ എന്നുകൂടെ വിശുദ്ധ ലൂക്കായെ വിശേഷിപ്പിക്കാറുണ്ട്. ആ വിശുദ്ധ ലൂക്കായുടെ ഈ സുവിശേഷത്തിലെ നമുക്കെല്ലാം പരിചിതമായ മർത്തായുടെയും മറിയത്തിൻ്റെയും സംഭവമാണ്, ഈശോയുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേൾക്കുന്നത്. 38-ാം വാക്യം, അവൻ പോകുന്ന വഴി അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. ഈശോ ഒരു യാത്ര ചെയ്യുന്നതായിട്ടാണ് വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം മുതൽ ആ യാത്ര കൃത്യമായിട്ട് ആരംഭിക്കുകയാണ്. 51-ാം വാക്യം പറയുന്നത്, തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ഓർസലേമിലേക്ക് പോകാൻ ഉറച്ചു. ഈശോ ജെറുസലേമിലേക്കുള്ള ഒരു യാത്ര, അതിലേക്ക് തന്നെ മുഖം തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കുവാൻ വേണ്ടി, തൻ്റെ ജീവിത ലക്ഷ്യം സാധിക്കുവാൻ വേണ്ടി കർത്താവ് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. ആ ഗ്രാമം സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ബെഥാനിയ എന്ന ഗ്രാമമാണ്. ജെറുസലേമിൽ നിന്ന് ഏതാണ്ട് 3.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവിടെ മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. മർത്തായുടെ ആയിരിക്കാം ഭവനം, അല്ലെ മൂത്തയാളാണല്ലോ മർത്ത. അതുകൊണ്ടാണ് മർത്ത അവനെ ഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ മർത്തായും മറിയവും, ഇതും ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഇൻക്ലൂസീവ് നേച്ചർ അല്ലെങ്കിൽ സാർവത്രിക ഭാവം വ്യക്തമാക്കുന്നതാണ്. കാരണം അന്നത്തെ കാലത്ത് ഒരു പുരുഷൻ സ്ത്രീകൾ തനിയെ താമസിക്കുന്ന ഒരു ഭവനം സന്ദർശിക്കുക, അവരുടെ ആതിഥ്യം സ്വീകരിക്കുക ഒക്കെ വളരെ അസാധാരണമാണ്. പക്ഷേ ഈശോ അതിലപ്പുറം എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. യഹൂദർക്ക് ഇടർച്ചയായ ഒരു കാര്യമാണത്. പക്ഷേ ഈശോയുടെ ആ തുറന്ന മനോഭാവം ലൂക്ക വ്യക്തമാക്കുകയാണ്. ഈ മറിയം ആരാണ്? മഗ്ദലന മറിയമാണ് എന്ന് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം, പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മറിയം മഗ്ദലന മറിയമല്ല. മഗ്ദലന മറിയം എന്ന് പറഞ്ഞാൽ ആ മറിയം ഈ പറഞ്ഞ സ്ഥലത്ത് നിന്നും 130 കിലോമീറ്റർ വടക്ക് ഭാഗത്ത് ഗലീലിയ കടലിൻ്റെ തീരത്ത് ഉള്ള ഒരു പട്ടണമാണ് മഗ്ദല. അവിടെയുള്ള പട്ടണത്തിലെ മറിയം അത് വേറൊരു മറിയമാണ്. ഇവിടെ ഈശോയെ സ്വീകരിക്കുന്ന, ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ തങ്ങുന്ന, ഈശോയ്ക്ക് ആതിഥ്യമരുളുന്ന ഒരു ഭവനമാണ് മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനം. മറ്റ് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും, ലാസർ, അവരുടെ സഹോദരനായിരുന്നു ലാസർ. അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? 40-ാം വാക്യം മറിയത്തെക്കുറിച്ചാണ് എടുത്തു പറയുന്നത്. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ തിരുവചനങ്ങൾ, അവിടുത്തെ അനുഗ്രഹീത വചസ്സുകൾ, അത് ഹൃദ്യമായ ആ വചസ്സുകൾ, അനുഗ്രഹപ്രദായമായ വചസ്സുകൾ, അഭിഷേകം നിറഞ്ഞ വാക്കുകൾ, അത് ശ്രവിച്ചുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. പാദത്തിങ്കലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചില സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഗരേസരുടെ പട്ടണത്തിൽ ആ പിശാച ബാധയിൽ നിന്ന് വിമോചിതനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഈശോയുടെ കാൽക്കലിരിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ ഈശോയുടെ കാൽക്കലിരിക്കുകയാണ്. അവൻ പിശാച ബാധയായിരുന്ന മനുഷ്യൻ സുഖം പ്രാപിച്ചപ്പോൾ ഈശോയുടെ കാൽക്കലിരുന്നു. ആ കാൽക്കൽ, കർത്താവിൻ്റെ ആ ഗുരുചരണം, കർത്താവിൻ്റെ അടുത്തിരിക്കൽ, അത് വലിയ സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ സ്ഥലമാണ്. മാത്രമല്ല
നടപടി പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ഗമാലിയേലിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് പഠിച്ചു എന്നാണ്. അപ്പോൾ ഗമാലിയേലിൻ്റെ പാദങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഠിക്കുക എന്നാണ്. ശിഷ്യത്വം സ്വീകരിക്കുക, പഠിക്കുക എന്നൊക്കെ അർത്ഥം. ഈശോയുടെ പാദത്തെങ്കിൽ ഇരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈശോയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അപ്പോൾ ഈശോയ്ക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു, ശിഷ്യകളും ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ പാദത്തെങ്കിൽ ഇരിക്കുകയാണ്. പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു, തൻ്റെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു, അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്ന് അവർ അവിടുത്തെ വചനം ശ്രവിച്ചു. അപ്പോൾ പഴയ നിയമകാലം മുതൽ തന്നെയുള്ള ഒരു കാര്യമാണ് റബ്ബിയുടെ, ഗുരുവിൻ്റെ പാദത്തെങ്കിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പാദത്തിലിരുന്ന് വചനം ശ്രവിച്ചു എന്നുള്ളത് പൂർത്തിയാവുകയാണ്. ഈശോ മിശിഹായിൽ ഈശോയുടെ പാദത്തെങ്കിലിരുന്ന് ദൈവവചനം ശ്രവിച്ചു, വചനം പഠിച്ചു എന്നാണ്. എന്നാൽ അതിൻ്റെ ഒരു വൈപരീത്യമാണ് മർത്തായിൽ കാണുന്നത്. 40-ാം വാക്യത്തിൽ പറയുന്നത്, മർത്ത ആകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അപ്പോൾ മർത്തായുടെ പ്രത്യേകത ശുശ്രൂഷയിൽ മുഴുകി മാത്രമല്ല, അവൾ വളരെയധികം ഡിസ്ട്രാക്റ്റഡ്, വളരെയധികം പലവിചാരങ്ങൾ നിറഞ്ഞ് വ്യഗ്രത, ഉത്കണ്ഠ നിറഞ്ഞ് ഓടി നടക്കുന്ന മർത്തായുടെ പ്രകൃതം വളരെ സജീവമായ ഒരു പ്രകൃതമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മർത്തയാണ് ഇറങ്ങിച്ചെല്ലുന്നതും ഈശോ സ്വീകരിക്കുന്നതും ലാസറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ. വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ സജീവമായി പ്രവർത്തനനിരതമായി ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മർത്ത. അപ്പോൾ ഈ മർത്തായും മറിയവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ വളരെയേറെ ചിന്തകൾ നൽകുന്നുണ്ട്. സഭാപിതാവായ ഒരിജൻ 253 കാലം ചെയ്യുന്നത്. ആദ്യകാല അലക്സാൻഡ്രിയയിൽ നിന്നുള്ള ഒരു വലിയ ചിന്തകനാണ്. ഗ്രീക്ക് ചിന്തകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു, പ്രത്യേകിച്ച് പ്രതീകാത്മകമായ വ്യാഖ്യാനം അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ മറിയം, മർത്ത ഇവർ രണ്ടുപേരും രണ്ട് ജീവിത ശൈലികളുടെ വക്താക്കളാണ്. ഒരാൾ പ്രാക്സിസ് എന്ന് പറഞ്ഞാൽ സജീവമായ പ്രവർത്തനനിരതമായ ആക്ഷൻ്റെ ആളാണ്. മറ്റൊരാളാകട്ടെ മറിയം തെയോറിയ, കണ്ടംപ്ലേഷൻ, ധ്യാനനിരതമായ ജീവിതത്തിൻ്റെ അടയാളമാണ് ഇവർ രണ്ടുപേരും. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഈ രണ്ടു പേരും ആത്മീയ ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങളെ പ്രതിനിധാനം ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ തലമാണ് ആക്റ്റീവായിട്ടുള്ള പ്രാക്ടിക്കൽ ലൈഫ്, അതായത് ധാർമ്മിക സുഹൃത്തുക്കൾ നേടുവാൻ വേണ്ടിയുള്ള പരിശീലനവും അത് പ്രായോഗികമാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യമാണ് ഇതിൻ്റെ ഫലമായുള്ള ആത്മീയ ഉൾക്കാഴ്ച നേടുക. ആ ഉൾക്കാഴ്ച നേടിയ വ്യക്തിയാണ് മറിയം. സജീവമായ പ്രവർത്തനനിരതമായ സുഹൃത്തുക്കൾ പ്രവർത്തിച്ചയാളാണ് മർത്ത. ഇത് രണ്ടും ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം. അതുകൊണ്ട് ഈ രണ്ട് വ്യക്തികൾ അത് ആത്മീയതയുടെ ഒരു വലിയ മാതൃകയായിട്ടാണ്. സഭാപിതാവായ മാർ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത്, ഈ മർത്ത തിരയടങ്ങാത്ത ഒരു സമുദ്രത്തിൻ്റെ, കടലിൻ്റെ പ്രതീകമാണ്. എപ്പോഴും കോളിളക്കം ഉള്ള കടൽ പോലെയാണ്, ഓടി നടക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഉത്കണ്ഠാകുലമായ പ്രക്ഷുബ്ധമായ മനസ്സോടെ ജീവിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ആളുകളുടെ പ്രതീകമാണ് ഈ മർത്ത. അതേസമയം മറിയമാകട്ടെ ശാന്തമായ തുറമുഖവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശാന്തത ഉള്ള സ്ഥലം, കപ്പലുകൾ നങ്കൂരമിടുന്ന സ്ഥലം. അപ്പോൾ ഈശോയുടെ പാദത്തെങ്കിൽ ജീവിതം നങ്കൂരമിട്ടുറപ്പിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ രണ്ട് തലങ്ങളിലുള്ള ആത്മീയ ജീവിതം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ക്രൈസ്തവ സന്യാസ്ത പാരമ്പര്യങ്ങളിൽ രണ്ട് ഭാവങ്ങളുണ്ട് സന്യാസത്തിന്. ബെനഡിക്ട് പുണ്യവാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഓര, രണ്ടാമത് ലബോറ. ഓര എത്ത് ലബോറ. ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് പ്രാർത്ഥനയ്ക്കാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും. ഇപ്പോൾ സജീവമായ പ്രാർത്ഥന ആവശ്യമാണ്, ധ്യാനം ആവശ്യമാണ്, ആത്മീയ പഠനം ആവശ്യമാണ്, പ്രവർത്തനവും ആവശ്യം. ഇത് രണ്ടും സമന്വയിപ്പിച്ച ഒരു ജീവിതമായിരുന്നു ഈ ബെനഡിക്റ്റൈൻ സന്യാസ ജീവിതം. വാസ്തവത്തിൽ യൂറോപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക്, ഇന്നത്തെ പുരോഗതിയുടെയൊക്കെ അടിസ്ഥാനം ഇങ്ങനെയുള്ള ചിട്ടയായ ക്രമമുള്ള ഒരു ജീവിത ശൈലി സന്യാസ ഭവനങ്ങളിൽ ആരംഭിച്ച് അത് സമൂഹങ്ങൾ, ഇടവകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ്. പൗരസ്ത്യ സഭകളിലും ഇതുപോലെ തന്നെ സജീവമായ പ്രവർത്തനങ്ങളോടൊപ്പം ആത്മീയമായ പ്രവർത്തനങ്ങൾ, അതായത് ജീസസ് പ്രയർ, മറിയത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ മാതൃകയനുസരിച്ച് ഉള്ളതാണ് ജീസസ് പ്രയർ. അതായത് ശാന്തമായിരുന്ന് കർത്താവിൻ്റെ പാദത്തിലിരുന്നു കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ച്
ഒരാത്മീയ ശാന്തത, അതാണ് ഹെസിക്കാസ്യ എന്ന് പറയും. ആ ശാന്തതയിലേക്ക് പോകുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രവർത്തനനിരതവും അതോടൊപ്പം തന്നെ ധ്യാനനിരതവുമായ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതുകൊണ്ട് ഈ മർത്തായും മറിയവും അവർ വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ള ആളുകളാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ 2 തലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ മർത്ത ചെന്ന് ഈശോയോട് പറയുകയാണ്, കർത്താവേ, ഈ എൻ്റെ സഹോദരി, അവൾ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വാക്ക് ശുശ്രൂഷയ്ക്കായി വിട്ടിരിക്കുന്നു, ഡിയാക്കോണിയ എന്ന് പറഞ്ഞാൽ ആദിമസഭയിൽ ശുശ്രൂഷയുടെ തന്നെ ഒരു പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു വകുപ്പ് തന്നെ, അതാണ് ഡിയാക്കോണി, അതാണ് ഡീക്കന്മാർ പിന്നീട്. അപ്പോൾ ആദിമസഭയിൽ ഈ പലപ്പോഴും സഭ സമ്മേളിച്ചിരുന്നത് ഇങ്ങനെ വനിതകൾ നേതൃത്വം നൽകിയ ഭവനങ്ങളിലായിരുന്നു. അപ്പോൾ വനിതകൾ സഭയുടെ ആദ്യകാല സഭയുടെ കേന്ദ്രം ഇങ്ങനെയുള്ള ഭവനങ്ങളാണെന്നുള്ളൊരു സൂചന ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിയാക്കോണിയ ശുശ്രൂഷ ലൂക്കാ സുവിശേഷം എഴുതുന്നപ്പോൾ തന്നെ അത് വളർന്നിരിക്കുന്നു. ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈശോ അവൾ പറയുക, എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. അപ്പോൾ ഈശോയുടെ പ്രബോധനങ്ങൾ, വചനങ്ങൾ കർത്താവ് ഉദ്ഘോഷിക്കുമ്പോൾ അതിന് തടസ്സം നിന്നുകൊണ്ട് അത് നിർത്തിവെച്ച് 2 കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ്, നീ നിൻ്റെ പ്രസംഗം നിർത്തുക. 2, ഈ എൻ്റെ സഹോദരിയെ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി. അങ്ങനെ 2 കാര്യങ്ങൾ, അതായത് കർത്താവിനെ തടസ്സപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ മർത്ത ചെയ്യുന്നത്. അപ്പോൾ ഈശോ പറയുന്ന ഉത്തരമാണ്, മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. മർത്തായ്ക്കുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? സെൻ്റ് അഗസ്റ്റിനൊക്കെ പറയുന്നത് അവളുടെ ഡിസ്ട്രാക്ഷനാണ്. ഒരുപാട് കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ച് അത് ഓർത്ത് ഓടി നടക്കുന്ന, പരക്കം പായുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ മർത്ത. പല കാര്യങ്ങളെക്കുറിച്ചുണ്ട് ഉത്കണ്ഠയാണ്, ആകുലതകളാണ്. ഇതേ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉത്കണ്ഠ കൊണ്ട്, ആകുലത കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുഴം കൂടി നിൻ്റെ ആയുസ്സിന് ദീർഘിപ്പിക്കുവാൻ കഴിയുമോ എന്ന് ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആകുലചിത്തരാകരുത്. ഈ ലോകത്തിലെ ജനതകളാണ് ഇങ്ങനെ അന്വേഷിക്കുന്നത്, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ലൂക്ക 12:30-31 വാക്യങ്ങൾ. അതുകൊണ്ട് ആകുലത നിറഞ്ഞ ഒരു ജീവിതം, അതെല്ലാം നിങ്ങളുടെ ആകുലതകളും ഭാരങ്ങളും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്ന എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ കർത്താവിൻ്റെ പദാന്തികം ശാന്തതയുടെ സ്ഥലമാണ്, അവിടെ എത്തണം. എന്നിട്ടൊരു കാര്യം പറയുകയാണ്, മറിയം നല്ല ഭാഗം ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, ഊനും നെസസാറിയും എന്നാണ് ലാറ്റിൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്താണ്? 2 വ്യാഖ്യാനങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, നീ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കേണ്ട, ഒരു വിഭവം മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ വ്യാഖ്യാതാക്കൾ പറയുന്നത് അതല്ല. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അതാണ് ആവശ്യമുള്ളത്. ഊനും നെസസാറിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാത്രമാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഏതാണ് ഈ നല്ല ഭാഗം? നല്ല ഭാഗം തീർച്ചയായും ഈശോയുടെ വചനം ശ്രവിക്കുക, ഈശോയുടെ ആ ഉപദേശം സ്വീകരിക്കുക, പ്രബോധനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. പലരും പറയാറുണ്ട്, വചനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ തിരക്കാണ്, ഓടി നടക്കുകയാണ്. ഒരു ദിവസത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. സമ്പൂർണ്ണ ബൈബിൾ വീട്ടിലുണ്ട്, പക്ഷെ ഒരു താൾ പോലും തുറന്നു നോക്കാൻ സാധിക്കുന്നില്ല. ബലിയർപ്പിക്കുവാൻ ഞായറാഴ്ച, ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും കർത്താവിന് വേണ്ടി നീക്കി വയ്ക്കുവാൻ അത് സാധിക്കുന്നില്ല. ഓരോ ദിവസവും ദൈവബലിയോടുകൂടി ആരംഭിക്കുക എന്നുള്ള എത്ര മനോഹരമാണ്. അത് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. നല്ല 1-ാം സ്ഥാനം എന്തിനു കൊടുക്കും എന്നുള്ളതാണ്. 1-ാം സ്ഥാനം പ്രാർത്ഥനയ്ക്ക് കൊടുക്കുക. പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കുവാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രവൃത്തികളാണ് പ്രാർത്ഥന എന്ന വ്യാഖ്യാനം ശരിയല്ല. പ്രാർത്ഥന ആവശ്യമാണ്, അതാണ് അടിസ്ഥാനം. അതിൽ നിന്നാണ് പ്രവൃത്തികൾ വരുന്നത്. അതുകൊണ്ട് ആ നല്ല ഭാഗം ഇന്ന് പലരും വിസ്മരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആത്മീയമായ ഒരു വിളർച്ച, പോഷകാഹാരം കഴിക്കാത്ത അവസ്ഥയാണ് വിളർച്ച, ആത്മീയ വിളർച്ച. അതുപോലെ തന്നെ ആത്മീയ നിരക്ഷരത, സഭാപരമായ നിരക്ഷരത. നമ്മൾ ഏത് സഭയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പൗരസ്ത്യ സഭയാണ്. പലപ്പോഴും അതുപോലും അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാൻ ഉള്ള നല്ലൊരു പ്രചോദനമാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ആ മർത്തായുടെ സ്വഭാവം, ഗുണം, മർത്തായിക്ക് ചില നല്ല ഗുണങ്ങളുണ്ട്. അതുപോലെ മറിയത്തിൻ്റെ മറ്റൊരു ഗുണമുണ്ട്. ഇന്നത്തെ ലേഖനത്തിൽ, റോമാലേഖനം
12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഓരോരുത്തർക്കും ലഭിച്ച ആ ദാനങ്ങളും വരങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ലഭിച്ച വരം അനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുക എന്നാണ്. 4 വരങ്ങൾ പ്രത്യേകം എടുത്ത് പറയുകയാണ്. 7-ാം വാക്യം പ്രവചനവരം, വിശ്വാസത്തിന് ചേർന്ന വിധം നിർവഹിക്കുന്നതിനും, ശുശ്രൂഷാവരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിനും, ഉപദേശപരം ഉപദേശത്തിലും. വ്യത്യസ്തമായ വരങ്ങൾ ലഭിക്കുന്നവർ ആ വരങ്ങൾ അനുസരിച്ച് ജീവിക്കണം. 8-ാം വാക്യം ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. കർത്താവ് നൽകുന്ന വ്യത്യസ്തമായ ഓരോ സ്വഭാവ വിശേഷമുള്ള ആളുകൾ ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്നുള്ളതാണ്. ഇന്നത്തെ 2-ാം വായനയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം വാക്യം അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അവിടുന്ന് വ്യത്യസ്ത മാർഗങ്ങളിൽ അവിടുന്ന് ഓരോരുത്തരെയും മനുഷ്യരെ മണ്ണിൽ നിന്നുള്ള മനുഷ്യനെ നിയോഗിക്കുകയാണ്. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു, മറ്റു ചിലരെ ശപിച്ച് താഴ്ത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പരസ്പര പൂരകങ്ങളായി നിലകൊള്ളത്തക്ക രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഹ്വാനം നൽകുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ, കർത്താവിൻ്റെ വിശുദ്ധീകരണത്തിൽ പങ്കുചേരാൻ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ആത്മീയ ജീവിതം എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളുടെ കഴിവുകളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആ വനിതാ രത്നങ്ങൾ പോലെ തന്നെ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വനിതാ രത്നമാണ് റൂത്ത്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ സംഭവം ആണ് വിവരിക്കുന്നത്. ബേത്ലഹേംകാരൻ എലിമെലേക്കും ഭാര്യ നവോമിയും അവരുടെ 2 ആൺപുത്രന്മാരും വിവാഹം കഴിച്ചു. പക്ഷേ അവർ 2 പേരും മരിച്ചു പോയപ്പോൾ നവോമി പറയുകയാണ്, മരുമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലേക്ക്, നിങ്ങളുടെ ദൈവങ്ങളുടെ അടുക്കലേക്കും പോവുക, എന്നോട് നിൽക്കണ്ട, നിങ്ങൾ പോയി വിവാഹം കഴിച്ച് നല്ല ജീവിതം നയിക്കുവാൻ ഈ അമ്മായിയമ്മ പറയുകയാണ്. അപ്പോൾ അവൻ്റെ മറുപടി എന്താണ്? 2 പേരും പോകുന്നില്ല എന്ന് പറയുകയാണ്. പക്ഷേ അവസാനം ആദ്യത്തെ ആൾ തിരിച്ച് പോവുകയാണ്. അതേസമയം റൂത്ത് പറഞ്ഞു, ആദ്യത്തെ ആൾ ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി, കരഞ്ഞുകൊണ്ട് വിടവാങ്ങി. 2-ാമത്തെ ആൾ നവോമി പറഞ്ഞു, ഞാൻ പോവുകയില്ല. ഒരു അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ആ വിശിഷ്ടമായ സ്നേഹബന്ധത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ്. ഇന്നത്തെ കാലത്ത് അമ്മയും മക്കളും തമ്മിൽ പോലും അങ്ങനെയുള്ള മാതൃക കാണാൻ വളരെ ദുർലഭമാണ്. അവിടെ പറയുകയാണ്, അമ്മ പോകുന്നിടത്തേക്ക് ഞാനും വരും. 16-ാം വാക്യം, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും നൽകിക്കൊള്ളട്ടെ. അവൾ പോകാതെ അമ്മയോട് ചേർന്ന് നിന്നു, നവോമിയോട് ചേർന്ന് നിന്നു. അതിനുശേഷം നമുക്കറിയാം തുടർന്നുള്ള സംഭവങ്ങൾ. അവിടെ ബേത്ലഹേമിൽ ചെല്ലുകയും അവിടെ വെച്ച് ബോവാസിനെ പരിചയപ്പെടുകയും ബോവാസിൽ നിന്ന് റൂത്തിന് ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ പുത്രനാണ് ഓബേദ്. ആ ഓബേദിൻ്റെ പുത്രനാണ് ജെസ്സെ. ആ ജെസ്സയുടെ പുത്രനാണ് ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് ഈശോ വരുന്നത്. അതുകൊണ്ട് ഈശോയുടെ വംശാവലിയിൽ സ്ഥാനം പിടിച്ച റൂത്ത് വലിയ സ്നേഹനിധിയായ ഒരു വ്യക്തിയായിരുന്നുണ്ടാണ്. അപ്പോൾ സ്നേഹത്തോടുകൂടി ജീവിച്ച ആ വനിതകളുടെ മാതൃക നമുക്ക് ഇന്ന് പാഠമാക്കാം. ശുശ്രൂഷയിലും ദൈവ സാന്നിധ്യ സ്മരണയിലും പ്രവർത്തനത്തിലും ജീവിക്കുവാൻ നമുക്ക് നൽകുന്ന ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായി വളരുവാൻ ഈ കൈത്താക്കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ.